ഉണ്ണിയമ്മേ കുമ്പടി വന്നു. പുറത്തെനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് സത്യമാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്റെ ലൈഫ് എന്ന് പറഞ്ഞ ഈ 23 വർഷത്തിൽ എനിക്ക് ഏതൊക്കെ മനുഷ്യരുണ്ട് ഇവരൊക്കെ എനിക്കില്ല എന്നുള്ള ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നാണ് ഞാൻ ഈ സർവൈവ് ചെയ്ത് 100 ദിവസം ഞാൻ നിന്ന് പോകുന്നത്. അതിനൊന്നും ഇല്ലേ? അച്ഛൻ വിളിച്ചിട്ട് സംസാരിക്കുകയും 2 ദിവസം ഗബ്രിയോട് അടുപ്പം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. ശരിക്കും എന്താണ് സംഭവിച്ചത്? ആ ഫോൺ കോളിൽ എന്താണ് സംസാരിച്ചത്? അപ്പം ഇവരിതിനകത്ത് ഫോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അത്തായാണ് സംസാരിക്കുന്നത്. ഇതേപോലെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞത് ഉള്ളതാണോ കള്ളമാണോ തമ്പുരാൻ അറിയാം. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഇപ്പൊ കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു? ഏകദേശം അറിയായിരുന്നു. നിശ്ചയം ഒന്നും കഴിഞ്ഞിട്ടില്ല, മീൻസ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എൻഗേജ്മെന്റ് എന്ന് പറയുന്ന സാധനം പെണ്ണ് കാണലിന് വന്നിരുന്നു. പിന്നെ നമ്മളത് പറഞ്ഞു വെച്ചിരുന്ന ഒരു പയ്യൻ ഇരിക്കെ തന്നെ നമുക്കൊരു ഷോയിൽ പോകുമ്പോൾ ഒരു പയ്യനോട് ഒരു ഇഷ്ടം തോന്നുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അത് സമൂഹത്തിന്റെ കണ്ടല്ലോ. ഇപ്പൊ ഞാനായിരുന്നു ഒരു തേർഡ് പേഴ്സൺ, ഞാനൊരു വേറൊരു പെൺകുട്ടിയുടെ ഒരു അവസ്ഥയാണ് ഞാൻ ഇങ്ങനെ കാണുന്നെങ്കിൽ എന്റെ കണ്ണിലും ഉറപ്പായും ആ പെൺകുട്ടി തെറ്റുകാരി തന്നെയാണ്. ഞാൻ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ സിറ്റുവേഷൻസ് എന്നെ എനിക്കറിയില്ല, എന്റെ അവിടുത്തെ സാഹചര്യം എന്നെ ആ ഒരു ഇതിലോട്ട് കൊണ്ടെത്തിക്കായിരുന്നു. ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോയി എന്നുള്ളതൊരു സത്യമായി. പുറത്തിറങ്ങാൻ സഡൻ ആയിട്ട് അറിയുവാണെങ്കിൽ എന്റെ അവസ്ഥ എന്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ നിന്ന് ഞാൻ കുറെ കാര്യങ്ങൾ ഉള്ളിലോട്ട് ഞാൻ എടുക്കാൻ തുടങ്ങി. ഞാൻ പുറത്ത് കുറെ സൈബർ ബുള്ളിങ് പ്രതീക്ഷിച്ച ഒരാളാണ്. പക്ഷെ അതെന്റെ പ്രിയപ്പെട്ടവർ എന്നെ ഇങ്ങനെ ചതിക്കും എന്നുള്ള രീതിയിലല്ല. ഭയങ്കരം തന്നെ ചെയ്തത് ചതിയല്ലേന്ന് ചോദിക്കാൻ ഞാൻ എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ചതിയല്ല. എനിക്കൊന്നും വരെ ചെയ്യണ്ട, ഒക്കെ കൊടുത്തോളൂ എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.